ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ദൈവസ്നേഹമാണെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവരും വിശ്വസിക്കുന്നവരും അവനിൽ വസിക്കണം എന്നും അവർ പരസ്പരം സ്നേഹിക്കണം എന്നും പ്രബോധിപ്പിച്ചിരിക്കുന്നു. അതിനപ്പുറമായിട്ടൊരു കൽപ്പനയുമില്ല എന്ന് വളരെ കർശനമായും ശക്തമായും താൻ പ്രസ്താവിച്ചിരിക്കുന്നു. ഇങ്ങനെ യോഹന്നാൻ പറഞ്ഞതിന് ശേഷം 1 യോഹന്നാൻ 4-ാം അധ്യായം 16 മുതൽ ഉള്ള വേദഭാഗങ്ങൾ നാം കാണുന്നത് ഇപ്രകാരമാണ്. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിൽ വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ നാം ഈ ലോകത്തിൽ ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഈ വചനം പലർക്കും ശരിയാവണ്ണം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വചനം നാം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ മറ്റൊരു പരിഭാഷയിൽ നാം ഇങ്ങനെയാണ് അത് കാണുന്നത്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവരിലും വസിക്കുന്നു. നാം ദൈവത്തിൽ വസിക്കുന്നതിലൂടെ നമ്മുടെ സ്നേഹം പൂർണ്ണതയിലേക്ക് വളരുന്നു. അങ്ങനെ ന്യായവിധി ദിവസത്തിൽ ഭയമില്ലാത്തവരായി ദൈവത്തെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയും. കാരണം ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത് യേശുവിനെ പോലെ ആണല്ലോ. സ്നേഹത്തിൽ ഭയമില്ല. സമ്പൂർണ്ണ സ്നേഹം ഭയത്തെ ഇല്ലാതാക്കുന്നു. കാരണം ഭയം ശിക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടുന്ന വ്യക്തി സ്നേഹത്തിൽ സമ്പൂർണ്ണൻ അല്ല. വളരെ വ്യക്തമാണ് നാം വായിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം. ഇവിടെ പറയുന്നു, ഒരു വ്യക്തി ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, ദൈവസ്നേഹത്തിൽ പെരുമാറുന്നു എങ്കിൽ അവന് ഭയമില്ല. സ്നേഹം മാത്രം ആണ് ഇവിടുത്തെ പ്രമേയം. എന്നാൽ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ന്യായവിധിയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. ന്യായവിധി ദിവസത്തിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണം. ദൈവമക്കൾ എന്ന നിലയിൽ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് മനസ്സിലാക്കണം. ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്ക് ഭയമാണ്. അവർ ചെയ്തുപോയ, ചിന്തിച്ചുപോയ, ഏറ്റുപറയാത്ത, ദൈവം ക്ഷമിച്ചു എന്നുറപ്പില്ലാത്ത പാപങ്ങളുടെ ശിക്ഷ അവർക്ക് ലഭിക്കും എന്നുള്ള ഭയം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അവരുടെ ഉള്ളിലുണ്ട്. ഭയങ്ങൾ പലതാണ്. ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ചില സാഹചര്യങ്ങളിൽ ചില ഭയങ്ങളുണ്ടാകാറുണ്ട്. മരണഭയമുള്ള മനുഷ്യരുണ്ട്. ദാവീദ് പറഞ്ഞു, ഞാൻ നിലവിളിച്ചു, യഹോവ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. പിശാചുക്കളെ ഭയമുള്ളവരുണ്ട്, രോഗങ്ങളെ ഭയമുള്ളവരുണ്ട്, അതുപോലെ മനുഷ്യഭയമുള്ളവരുണ്ട്. അതൊക്കെ ഈ ലോകത്തിലാണ്. ആ ഭയങ്ങളെക്കുറിച്ചൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരാൾ മരിക്കുന്നു, മരിച്ചതിന് ശേഷം രക്ഷിക്കപ്പെടാത്തവരാണെങ്കിൽ ആ വ്യക്തി വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു. രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ക്രിസ്തുവേശുവിൻ്റെ മുമ്പിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാകുന്നില്ല. കാരണം അവർ ഈ ഭൂമിയിൽ ജീവിച്ചത് സ്നേഹത്തിൽ ആയിരുന്നു. സ്നേഹം ആയിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം. അവരെല്ലാം ക്ഷമിച്ചു, എല്ലാം പൊറുത്തു, എല്ലാം വിശ്വസിച്ചു, എല്ലാം പ്രത്യാശിച്ചു, അയോഗ്യമായി നടന്നില്ല, സ്വാർത്ഥം അന്വേഷിച്ചില്ല, എല്ലാവരോടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവർ ജീവിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന, ഈ ലോകത്തിൽ ഒരു ക്രിസ്തു വിശ്വാസി ജീവിക്കുന്നത് യേശുവിനെ പോലെ ആകുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയമില്ല. കാരണം എന്താണ്? ന്യായവിധി ദിവസത്തിൽ ഭയമില്ലാത്തവരായി ദൈവത്തെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് കഴിയും. പ്രിയമുള്ളവരെ, എത്ര ഉറപ്പേറിയ ഒരു ധൈര്യപ്പെടുത്തുന്ന ഒരു വാഗ്ദത്തമാണ്. ഈ ഭൂമിയിലെ ഭയങ്ങൾ മാത്രമല്ല പലരെയും അലട്ടുന്നത്. അറിഞ്ഞും അറിഞ്ഞുകൂടാതെയും മനഃപൂർവ്വമായും ചെയ്തു പോയ തെറ്റിൻ്റെ മുമ്പിൽ ദൈവകോടതിയിൽ നിൽക്കേണ്ടി വരുമല്ലോ. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയത്തില്ലല്ലോ. അങ്ങനെ ഭയം പലരെയും ഈ ഭൂമിയിൽ വെച്ച് തന്നെ
കീഴടക്കിയിരിക്കുകയാണ്. ഈ ഭയം ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഇല്ല എന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. കാരണം അവൻ സ്നേഹത്തിൽ വസിക്കുന്നു, ക്രിസ്തുവിൽ വസിക്കുന്നു. അവൻ ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട് അവൻ അവൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നു, അവനോട് ദ്രോഹിച്ചവരോട് ക്ഷമിക്കുന്നു, അവനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് പകയില്ലാതെ, വിരോധമില്ലാതെ, നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ കഴിയുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് ഭയമില്ല. എന്നാൽ ഇതൊന്നും ഇല്ലാതെ, സഹോദര പ്രീതിയില്ലാതെ, മറ്റുള്ളവരെ ഹൃദയത്തിൽ പകയോടെ വീക്ഷിക്കുന്ന, പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന, കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷമിക്കാത്ത ഹൃദയവുമായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഭയത്തിൻ്റെ അടിമത്തത്തിലാണ്. അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയത്തില്ല. കാരണം അവർക്ക് സ്നേഹത്തിൽ നടപ്പാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ന്യായവിധി ദിവസത്തിൽ ഭയരഹിതരായി ആത്മവിശ്വാസത്തോടെ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നടപ്പാൻ നമുക്ക് കഴിയണം. സ്വർഗീയപിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. അനേകർ ഭയപ്പെട്ട് കഴിയുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോഴും മരണത്തിനപ്പുറവും ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ ഒരു ഭയവുമില്ലാത്തവരായി വചനം കേൾക്കുന്ന എല്ലാവരും ജീവിപ്പാൻ കൃപ കൊടുക്കണം. അതിനുള്ള ഏകമാർഗം കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുക, സ്നേഹത്തിൽ എല്ലാം കാണുക എന്നുള്ളതാണല്ലോ. മനുഷ്യനെയും ദൈവത്തെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം എല്ലാവർക്കും നൽകണം. അങ്ങനെ ഭയമില്ലാതെ ഒരു നാൾ കർത്താവിൻ്റെ മുമ്പാകെ നിൽപ്പാൻ എല്ലാവരും പ്രാപ്തരാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.